200 300 ഉണ്ടായ മത്തിക്ക് ഇന്നലെ 1.5 കിലോന് 100 രൂപ. പിന്നെ ഒന്നും നോക്കില്ല, കണ്ണും പൂട്ടി 1 കിലോ മത്തി അങ്ങ് വാങ്ങി. നല്ല നെയ്മത്തിയാണേ. പിന്നെ മത്തി വാങ്ങിച്ച എന്നും കറി വെച്ചും കരിച്ചും പൊരിച്ചും ഒക്കെ അല്ലേ കഴിക്കാറ്. ഇന്നിപ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം ഉണ്ടാക്കാമെന്ന് കരുതി. അതിനായിട്ട് നോക്കി ഒരു 10 വറ്റൽമുളക് ചട്ടിയിലോട്ട് ഇട്ടതിന് ശേഷം ഒന്ന് വറുത്തെടുക്കണേ. പിന്നെ ചട്ടിയിൽ വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ സംഭവം റെഡിയാക്കി കിട്ടും കേട്ടോ. അപ്പോൾ വറ്റൽമുളക് ഇങ്ങനെ അങ്ങ് റെഡിയാക്കി വാങ്ങിയതിന് ശേഷം അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു. ഇനിയിപ്പോൾ ഒരു തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ തക്കാളി ഇത് ഇട്ട് കൊടുക്കുന്നതിന് മുന്നേ ഇങ്ങനെ ഒന്ന് വരഞ്ഞ് ഇട്ട് കൊടുത്തതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ തക്കാളി പെട്ടെന്ന് റെഡിയായി കിട്ടുകയും ചെയ്യും, അതുപോലെ തന്നെ തൊലി വേഗം അടർന്ന് കിട്ടുകയും ചെയ്യും. അപ്പോൾ തക്കാളി ഇത് ഇങ്ങനെ അങ്ങ് റെഡിയായതിന് ശേഷം ആ എണ്ണയിലോട്ട് തന്നെ ഒരു സവാള കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ സവാളക്ക് പകരം ചെറിയുള്ളി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ കൊത്തി അരിഞ്ഞിട്ടുള്ള സവാള കൂടാതെ ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുത്തതിന് ശേഷം അല്പസമയം ഇതും ഒന്ന് വഴറ്റിയെടുക്കണേ. സവാളയുടെ കളറൊക്കെ മാറി ഒന്ന് വാടി വരുന്ന സമയത്ത് അതും നമുക്ക് എണ്ണയിൽ നിന്ന് എടുക്കാവുന്നതാണ്. പിന്നെ ഇതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചട്ടി ഒന്ന് മാറ്റി വെച്ചോളൂ കേട്ടോ. ഇനിയിപ്പോൾ ഇതൊക്കെ നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണേ. ആദ്യമേ തന്നെ നമ്മുടെ വറ്റൽമുളക് ഇതേ ഇങ്ങനെ പൊട്ടിച്ചങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളി ഇതേ തൊലിയൊക്കെ കളഞ്ഞ് സുന്ദര കുട്ടപ്പനാക്കിയതിന് ശേഷം അതും ഇതേ ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തു. ഇനിയിപ്പോൾ തൊലി കളഞ്ഞെടുത്തിട്ടുള്ള കുറച്ച് വെളുത്തുള്ളിയും പിന്നെ നമ്മുടെ സവാള കൂടെ അങ്ങ് ഇട്ട് കൊടുത്തേ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. പിന്നെ ഒരല്പം മഞ്ഞൾപ്പൊടിയോടെ ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തോളൂ. പിന്നെ അരച്ചെടുക്കുമ്പോൾ ഇതുപോലെ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തോളൂ കേട്ടോ. ഇത്ര ആയിക്കഴിഞ്ഞാൽ നേരെ പോയിട്ട് ഞാനിത് ഒരു ഇല കൂടെ അങ്ങ് വെട്ടിയെടുക്കുന്നുണ്ട്. ഇല വെട്ടിയെടുത്താൽ പിന്നെ ഒന്നും നോക്കണ്ട, ഇതുപോലെ ഗ്യാസിൽ വെച്ചിട്ടൊന്ന് വാട്ടി കൂടെ എടുത്തോളൂ. ഇനി വേണ്ടുന്നത് നമ്മുടെ ചോറ്റുപാത്രമാണ്. അപ്പോൾ ചോറ്റുപാത്രം കാണുമ്പോൾ പെട്ടെന്ന് തന്നെ മനസ്സിലേക്ക് വരുന്നത് നമ്മുടെ സ്കൂൾ കാലമായിരിക്കും അല്ലേ. അപ്പോൾ നോക്കി നമ്മുടെ ചോറ്റുപാത്രത്തിലോട്ട് വാട്ടിയിട്ടുള്ള ഇല ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കണം. എന്നിട്ട് അടിയിൽ നിരപ്പായിട്ട് നമ്മുടെ മസാല കൂടെ അങ്ങ് ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ പല രീതിയിൽ മത്തി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കഴിക്കുമ്പോൾ വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ മത്തി ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുത്തതിന് ശേഷം മുകളിലും മസാല അങ്ങ് ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇത് മൂടി വെച്ച് കഴിഞ്ഞാൽ നേരെ കൊണ്ടുപോയി വെക്കുന്നത് നമ്മുടെ ചട്ടിയിലോട്ടാണ്. അപ്പോൾ ചട്ടിയിലോട്ട് കുറച്ച് വെള്ളം വെച്ചതിന് ശേഷം ഇതങ്ങ് ഇറക്കി വെക്കണം. എന്നിട്ട് മൂടി വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കട്ടെ. പിന്നെ ഞാനിപ്പോൾ മീൻ ഇവിടെ വരഞ്ഞിട്ട് കൊടുത്തിട്ടില്ല, വരഞ്ഞിട്ട് കൊടുക്കണേ നിങ്ങൾക്ക് വരഞ്ഞിട്ട് കൊടുക്കാവുന്നതാണ്. അല്പസമയം കഴിയുമ്പോൾ നമ്മുടെ മീനൊക്കെ വെന്ത് നല്ല സെറ്റായിട്ടുണ്ടാവും. ചട്ടിയിലെ വെള്ളമൊക്കെ ഏകദേശം വറ്റിയിട്ടുണ്ടാവും കേട്ടോ. എന്നിട്ട് ഇതേ തുറക്കുമ്പോൾ തന്നെ മനസ്സിലാവും ആ കറിവേപ്പിലൊക്കെ നോക്കിയാൽ നല്ല വാടി അങ്ങ് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതിൻ്റെ ഗ്രേവി നോക്കിയാൽ നല്ല തിക്കായിട്ട് അങ്ങ് ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളിത് ചട്ടിയിൽ വെച്ചുകൊണ്ട് തന്നെ മീനൊക്കെ നന്നായിട്ട് പെട്ടെന്ന് അങ്ങ് വെന്ത് കിട്ടും കേട്ടോ. ഇപ്പോൾ നോക്കിയാൽ മീനൊക്കെ വെന്ത് നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ നമ്മുടെ മത്തി ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മണം അടിക്കുമ്പോൾ ഒരു രക്ഷയില്ല കേട്ടോ. വായിൽ കപ്പലോടിക്കേണ്ട വെള്ളം വരുന്നുണ്ട്. ഏതായാലും ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നല്ല അടിപൊളി ടേസ്റ്റാണ്. വാഴയിലയിൽ വെച്ചുകൊണ്ട് തന്നെ പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ മത്തി കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുവരെ കഴിച്ചതിൽ വെച്ചിട്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ കൃഷ്ണാവ്യു എന്നുള്ള പേജ് നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഫോളോ കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നല്ലൊരു വീഡിയോ അടുത്ത ദിവസം കാണുന്നത് വരെ ബൈ.